ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫുൾ വീഡിയോ ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പ്രത്യേകിച്ചിട്ട് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. വേറെ ഒന്നുമല്ല, ചിക്കനാണ്. നമ്മൾ ചിക്കനുള്ള ഐറ്റംസ്, അതായത് ചിക്കൻ വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ ചിക്കൻ. നമുക്ക് മടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ വെച്ചിട്ടുള്ള പല ഈ ഫ്രൈയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് നമ്മളിവിടെ സെറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അല്ല, ഞാൻ കുറെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് 10 മണിയായി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും. ഞാൻ ബ്രെഡ് ജസ്റ്റ് ഒന്ന് നമ്മൾ പാനിലിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതേ നല്ല മയോണീസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി ഫീലിങ്സ് അല്ലേ. നന്നായി മതിയായിരുന്നു. ചിക്കൻ സാൻഡ്വിച്ച് അല്ലേ? ഇതുവരെ അങ്ങനെ ചിക്കൻ സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അടിപൊളി കേട്ടോ. മയോണൈസ് ഒക്കെ ഇട്ടോ? നമ്മൾ മയോണൈസ് ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ട് വന്നു. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് എപ്പോഴും മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ എപ്പോഴും ശരിയായ അന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് വന്നു. ഞാൻ ഉപ്പൊക്കെ എനിക്ക് ദൈവം കൂടി പോകും കുറഞ്ഞു പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതിന്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ അടിപൊളിയായിട്ട് വന്നു. ഈ ചിക്കൻ എങ്ങനെ ഗ്രൈൻഡ് ചെയ്താണ് ഇട്ടോ? അതാ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് വേവിച്ചിട്ട് തന്നെ ഉള്ളൂ. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ ക്യാപ്സിക്കും ഓണിയനും അതൊക്കെയാണ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടാ. ചിക്കൻ സാൻഡ്വിച്ച് ആണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിന്നുന്നത്. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ KFCയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യത്തിന് കൂടുതൽ നമ്മൾ സാധനം മേടിച്ചത് കൂടിപ്പോയെന്ന് വേണം പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തായാലും അതെ, നല്ല സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് വരുമ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നും. ആദ്യം നമുക്ക് ബർഗർ നമ്മൾ ബർഗർ എടുത്തിട്ട് ഞാൻ എപ്പോഴൊക്കെ ഈ KFCയിൽ അല്ലെങ്കിൽ ചിക്കനിലൊക്കെ വന്നാലും ഈ ഒരു ബർഗർ മേടിക്കാൻ ഞാൻ പോകാറില്ല. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ബർഗർ. കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഭയങ്കര ഒരു ഇതുണ്ടോ ഇതിയുടെ കയ്യിൽ ഒതുങ്ങണോ? നല്ല ചൂട്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഇതിന്റെ അകത്തുണ്ടല്ലോ ഒരു സാധനം ഇല്ല. ആകെയുള്ള കുറച്ച് ലെക്യൂസും അതുപോലെ ഒരു പൊടിക്കും മണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മയണീസും മാത്രം ഉണ്ട്. അല്ലാണ്ട് കുറച്ച് തക്കാളി, കുറച്ച് അധികം സ്റ്റഫിങ്സ് ഇതിന്റെ അകത്ത് വെക്കാം അല്ലേ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോൺലെസ് സ്ട്രിപ്സ് കഴിക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഡിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മയോണീസ് ഡിപ്പ് ആയിരിക്കും. ഇതിലേക്ക് എവിടെ ചെന്നാലും ഇത് പൊളിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കാം അല്ലേ. കണ്ടിട്ടേ സഹിക്കാൻ പറ്റണല്ലോ. അതിനുണ്ട് ഫ്ലേവറൊക്കെ. ചൂടുണ്ടോ? ഇതിനിപ്പോൾ ചൂടില്ല, കുറച്ച് ചൂട് കുറവാണ്. പക്ഷെ കുറച്ചുകൂടി മൊരിയിക്കാന്നുള്ളത് കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്യാമോ. ഇതിൻ്റെ ഒപ്പം ഈ ഒരു പെപ്സിയും കൂടി കുടിക്കണം. എന്നാലും ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ്നെസ് വരും. അതാണ് സാറ്റിസ്ഫൈ. നമ്മളിവിടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാനായിട്ട് മറന്നുപോയിട്ടാ. സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കണം ഈ സാധനം കഴിക്കാം, എന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കാറുള്ളൂ പതിവ്. പക്ഷെ ഇത് സിഞ്ചർ ബോക്സ് ആയതുകൊണ്ട് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഡിപ്പും പിന്നെ കൊക്കക്കോള എല്ലാം കൂടെ ഒരു കോംബോ ആയിട്ട് കിട്ടി. കുഴപ്പമില്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വേറെ ചിക്കൻ 65 നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ചിക്കൻ 75 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ ചിക്കൻ 85 ഓക്കെ, എന്ത് വേണമെങ്കിലും ഇട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സവാള അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഞാനാണ് ഉണ്ടാക്കിയതെങ്കിലും പേര് കിട്ടണല്ലോ പെട്ടെന്നൊക്കെ. വേപ്പിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്ക്. നമുക്ക് കഴിക്കാം അല്ലേ. ചിക്കൻ 65 ആണ്. ഇതിന്റെ അരപ്പൊക്കെ പുരട്ടിയത് അമ്മയാണ്. എങ്ങനെയുണ്ട്?
അടിപൊളി. ഇത് പിന്നെ ടേസ്റ്റി ആണല്ലോ. ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. അതാണ് നല്ല സോഫ്റ്റും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. എനിക്ക് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലപോലെ മൊരിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫ്ലേവർ എനിക്ക് കിട്ടുള്ളൂ. ഏകദേശം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല രീതിയിൽ മഴയുണ്ട്. പക്ഷെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇല്ലേ? അതെ, ഞാൻ പുറത്ത് പോയപ്പോഴേക്കും എന്ത് വെയിലായിരുന്നു, നടക്കാനായിട്ട് ഭയങ്കര പൊള്ളണ പോലെ പെട്ടെന്നാണ് മഴയായത്. അതെ, ചെറുതായിട്ട് പൊടിഞ്ഞുള്ളൂ, അതുപോലെ തന്നെ ഇരുണ്ടും വരുന്നുണ്ട്, നല്ല കൊതുകുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ബാബറേദിയിലാണ്. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വിശപ്പുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തേക്കാൻ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ചിക്കൻ ലോലിപോപ്പാണ്. 6 പീസാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുള്ളത് എന്തായാലും ഇത് വരുന്നില്ല പേര്, അത്രയും ഡിഫിക്കൽട്ടുള്ള ഒരു പേര്. അപ്പോൾ അത് നമ്മളൊരു പാത്രമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫേവറേറ്റ് അല്ലേ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ ലോലിപോപ്പ് ആകെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അന്ന് നല്ല ടേസ്റ്റാണ് അത്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഫ്ലേവേഴ്സൊക്കെ നല്ല രീതിയിൽ എടുത്തു വരുന്നുണ്ട്. ഒരു പൊടിക്ക് സ്പൈസിയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊക്കെ സ്പൈസിനെസ്സേ ഉള്ളൂ. ചിക്കൻ ആണെങ്കിൽ നല്ല രീതിയിൽ വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ കഫാമ ചിക്കൻ നമുക്ക് കഴിക്കാട്ടോ. നമ്മൾ റൈസ് വരുന്നത് തക്കാളിയൊക്കെ ഇട്ട് ചിക്കൻ്റെ നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കളറും ഒക്കെ നല്ല വ്യത്യാസമായിട്ടുണ്ട്. അത് ബിരിയാണി കിട്ടൊക്കെ വരുന്നത് വെറൈറ്റി ടെക്സ്ചറാണ്. നോർമൽ ബിരിയാണി പോലെ അടിപൊളിയുണ്ട്. അതും നോർമൽ ബിരിയാണിയാണ്. ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഫ്ലേവറാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ടേസ്റ്റ് നോക്കാം. അത് ഫ്ലേവർ എനിക്കറിയാനാണ് പറയുന്നത്. കാര്യം നമ്മൾ ആദ്യമായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് പല ഫുഡായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കുഴപ്പമില്ല, അടിപൊളിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ചലഞ്ച് വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. നമ്മൾ എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കി, അതുപോലെ തന്നെ മേടിച്ചൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ നിന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.